ഇപ്പോൾ വരുന്ന വല്ലാതെ പേടിപ്പെടുത്തുന്ന ഒരു വിവരത്തിലേക്കാണ്. തിരുവനന്തപുരം വെമ്പായത്ത് ബാറിൽ തീയിട്ടു. രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായ അടിക്കിടെയാണ് ഈ അതിക്രമം ഉണ്ടായത്. തർക്കത്തിനിടയിൽ ഒരാൾ പുറത്തുപോയ ശേഷം പെട്രോൾ വാങ്ങി വന്ന് ബാറിൽ തീ ഇടുകയായിരുന്നു. രാഹുൽ ജി നാഥാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഹുൽ, കേട്ടിട്ട് തന്നെ പേടിയാകുന്ന സംഭവമാണ്. 4 പേർക്ക് പൊള്ളലേറ്റു, ഗുരുതരമായി പൊള്ളലേറ്റു എന്നുള്ള പുതിയ വിവരം വരുന്നുണ്ട്. ബാക്കി എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പക്ഷേ അല്പസമയം മുൻപാണ് തിരുവനന്തപുരം വെമ്പായത്ത് പ്രവർത്തിക്കുന്ന ശ്രീവത്സം ബാറിൽ ഇത്തരത്തിൽ രണ്ട് സംഘങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നത്. വാക്കുതർക്കം പിന്നീട് സംഘർഷത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ഒരു സംഘത്തിലുണ്ടായിരുന്ന ഒരാൾ പുറത്തേക്ക് പോയി പെട്രോൾ വാങ്ങി വന്ന് ഇവർ തർക്കത്തിലേർപ്പെട്ടിരുന്ന സംഘത്തിലുണ്ടായിരുന്ന ആളുകൾക്ക് നേരെ ഒഴുക്കി പിന്നീട് തീ കൊളുത്തുകയും ചെയ്തത്. 4 പേർക്ക് ഗുരുതരമായി പൊള്ളയേറ്റിട്ടുണ്ട്. അവരിപ്പോൾ എന്തായാലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ സംഘർഷം ഉണ്ടായത് മദ്യപ സംഘം തന്നെയാണ്. മദ്യത്തിന് ശേഷം ഉണ്ടായ പ്രശ്നമാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ശ്രീവത്സം ബാറിന്റെ എ സി മുറിയിലാണ് ഈ സംഘർഷം ഉണ്ടായത്. അഗ്നിശമന സേന എത്തി തീ മുഴുവൻ കെടുത്തിയിട്ടുണ്ട്. എങ്കിലും 4 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. സൂചിപ്പിച്ചതുപോലെ അത്യന്തം ആശങ്കപ്പെടുത്തുന്ന ഒരു സംഭവമാണ് വെമ്പായത്തുണ്ടായിരിക്കുന്നത്. എന്തൊരു വലിയ അപകടം ഉണ്ടാകുമായിരുന്ന സാഹചര്യമാണ് ഒരാളുടെ കുറച്ചു നേരത്തെ പ്രകോപനത്തിൽ ഉണ്ടായത്. എന്തായാലും ഫയർഫോഴ്സ് അവിടെ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. 4 പേരുടെ നില ഗുരുതരമാണ്. ഈ ഗുരുതര പൊള്ളലേറ്റതിൽ ഈ പെട്രോൾ കൊണ്ടെന്ന് കത്തിച്ച ആളുമുണ്ട് എന്നുള്ളതാണ് കാര്യം. രാഹുൽ ജി നാഥാണ് വിശദാംശങ്ങൾ നൽകിയത്.